അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ നിഅ്മത്തിൽ ഇസ്ലാമി വൽ ഈമാൻ വലക്കൽ ഹംദു അൻ ജഅൽതനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ അലൈഹിസ്സലാത്തു വസ്സലാം. അൽഹംദുലില്ലാഹി ജഅല റമളാന സയ്യിദ ശുഹൂർ വളാഅഫ ഫീഹിൽ ഹസനാതി വൽ ഉജൂർ. അഹ്മദുഹു വ അഷ്കുറുഹു വഹുവൽ ഗഫൂറുശ് ശകൂർ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله خير من صلى وزكى وصام وحج واعتمر فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه والتابعين وسلم تسليما كثيرا إلى يوم الدين. فاتقوا الله يا عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. إخوة الإسلام, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തഖ്വയോടുകൂടി ജീവിക്കുന്ന മുഅ്മിനുകളുടെയും മുത്തഖികളുടെയും കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മറ്റൊരു റമളാനിലേക്ക് കൂടി നാം പ്രവേശിച്ചിരിക്കുകയാണ്. റമളാൻ നമ്മെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും നമ്മളിൽ നന്മ വളർത്തുന്ന ഒരു ഇബാദത്ത്, നമ്മെ ആകാശത്തോളം ഉയർത്തുന്ന, നമ്മെ അള്ളാഹുവോളം വളർത്തുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മഹത്തായ ഒരു ഇബാദത്ത്. പുതിയൊരു റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റമളാനിനെക്കുറിച്ച് നമുക്ക് സാധാരണ അറിയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് റമളാനിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളോട്, നല്ല നല്ല കാര്യങ്ങളോട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളോട് വല്ലാത്ത ഒരാവേശം പുലർത്തുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇത്ര വൈബ്രൻ്റായി കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കർമ്മം ചെയ്യുവാനുള്ള അവൻ്റെ ആവേശമാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തെ കണ്ട്, അള്ളാഹുവിനെ കണ്ട്, നാളെ പുലരാനിരിക്കുന്ന ഒരു ജീവിതത്തെ സ്വപ്നം കണ്ട് കർമാവേശത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള അവൻ്റെ ത്വരയും ധൈര്യവും ജാഗ്രതയുമാണ് ഈ ഉമ്മത്തിനെ ഇത്ര കരുത്തോടുകൂടി നിലനിർത്തുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ നെഗറ്റീവ് കാര്യം പറയല്ല, നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം അമലുകൾ മുഴുവൻ, രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നത് മുതൽ, സുബ്ഹ് നമസ്കരിക്കുന്നത് മുതൽ, രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ഉറക്കമടക്കമുള്ള ഈ കാര്യങ്ങളൊക്കെയും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ? പുതിയൊരു റമളാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കഴിഞ്ഞ റമളാൻ അള്ളാഹുവിനാൽ സ്വീകരിക്കപ്പെട്ടവരായിരുന്നോ നാം? അതോ നമ്മളറിയാതെ നമ്മുടെ അമലുകൾ നിരാകരിക്കപ്പെട്ടു പോകുന്നുണ്ടോ? ബാത്തിലായി പോകുന്നുണ്ടോ? ഒന്നുമല്ലാതായി പോകുന്നുണ്ടോ?
ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അമലുകൾ സ്വീകരിക്കപ്പെടാൻ 2 ഷർത്തുകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തത്, നമ്മുടെ ഓരോ അമലും, നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും ഉംറയും നമ്മുടെ സ്വതക്കയും നമ്മൾ ഇസ്ലാമിക ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പലതരം പ്രവർത്തനങ്ങളും, ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ കർമ്മങ്ങളിലെ ഇഖ്ലാസ്, ആ കർമ്മങ്ങളിലെ അതിൻ്റെ നീയത്തിന് പിന്നിലെ മോട്ടീവ്, അതിലെ പ്രചോദനം ഇതെന്താണ് എന്നതാണ്. ഇത് അള്ളാഹുവാണെങ്കിൽ, ആ പ്രചോദനം അള്ളാഹുവാണെങ്കിൽ, ആ നീയത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വജ്ഹാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ പാഴായി പോകുന്നത് അവിടെ മുതലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ റസൂലിനെ മുത്താബഅ ചെയ്യുക, അള്ളാഹുവിൻ്റെ റസൂലിനനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക. അപ്പോൾ അള്ളാഹുവിനും റസൂലിനും അനുസരിച്ച് നമ്മെ പാകപ്പെടുത്തലാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അള്ളാഹുവിൻ്റെ ഒരാഗ്രഹമുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ച് അള്ളാഹുവിനൊരു കൊതിയുണ്ട്, അള്ളാഹുവിന് എന്നെക്കുറിച്ചൊരാഗ്രഹമുണ്ട്. ഞാൻ അള്ളാഹുവിൻ്റെ വിനീതനായ ഒരടിമയായി മാറുക, അള്ളാഹുവിനെ കൊതിക്കുന്ന, അള്ളാഹു എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം കിനാവ് കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുക എന്നതാണത്. അപ്പം അള്ളാഹുവിനനുസരിച്ച് നമ്മെ പാകപ്പെടുത്തുക, അള്ളാഹുവിനനുസരിച്ച് നമ്മെ വേവിച്ചെടുക്കുക എന്ന് പറയുന്ന പണിയാണല്ലോ റമളാൻ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് അങ്ങനെ പാകപ്പെട്ട് കിട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവയെ പിഴുതു കളയാൻ സാധിക്കണം. അത്തരം ചില കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ റമളാനിലെ തരാതരം അമലുകൾ, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, ഒരുപാട് പ്രവർത്തനങ്ങൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇഅ്തികാഫുകൾ, ഒരുപാട് കാര്യങ്ങൾ, ഇതൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ നീയത്തിലെ ഒരു കളങ്കം കൊണ്ട്, എൻ്റെ റിയാ കൊണ്ട്, അള്ളാഹുവെക്കുറിച്ച് എൻ്റെ ഒരു ബോധത്തിലുള്ള ഒരു കളങ്കം കൊണ്ട് ഇതൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതേപടി തന്നെയാണോ ഈ റമളാനിലും നാം ആവർത്തിക്കാൻ പോകുന്നത്? ശരിയാണ്, പൊതുവെ നോക്കുമ്പോൾ ഞാൻ നല്ല ആബിദാണ്, നല്ല നോമ്പുകാരനാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പോലും അറിയാതെ എവിടെയോ കിടക്കുന്ന എൻ്റെ ഉള്ളിലെ ഒരു കാര്യം, ഒരു ഘടകം, ഒരുപക്ഷെ റിയാ ആകാം, അള്ളാഹു വല്ലാത്ത വേറെന്തെങ്കിലും താല്പര്യമാകാം. ഇതിലൂടെ നമ്മുടെ റമളാനുകൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മളുടെ ആയുസ് മുഴുവൻ തീർന്നു പോയാൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്ന് നമ്മെ ചൂണ്ടി നാം ചോദിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, നമുക്ക് വളരെ ഊർജ്ജസ്വലമായ പുതിയ ഒരു റമളാൻ, ഒരു ടേണിംഗ് പോയിൻ്റ് ആകുന്ന പുതിയ ഒരു റമളാൻ, വഴിത്തിരിവാകുന്ന പുതിയ ഒരു റമളാൻ, എൻ്റെ ജീവിതത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു റമളാനായിട്ട് ഈ റമളാനിനെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒന്നാമതായി റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒന്നാമതായി ഞാൻ എന്നെ എൻ്റെ നാഥനനുസരിച്ച് പാകപ്പെടുത്തുക. അതിനപ്പുറത്തുള്ള എൻ്റെ ഇച്ഛകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, ഇതിനെയൊക്കെ അടിച്ചമർത്തി നിയന്ത്രിച്ച് സ്വന്തം മനസ്സിന് മേൽ, സ്വന്തം ഇച്ഛക്കുമേൽ ആത്മനിയന്ത്രണം നേടി റമളാനിലൂടെ വിജയശീലാളിതനാകുന്ന ഒരാളാകാൻ നമുക്ക് സാധിക്കണം. അഫ്റഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം ഇച്ഛയെ തന്നെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. സ്വന്തം ഇച്ഛയെ തന്നെ അള്ളാഹുവാക്കി കളയുക, അള്ളാഹുവിനേക്കാൾ വലുത്
എൻ്റെ ഇച്ഛയാണ്, എൻ്റെ താല്പര്യമാണ്, എൻ്റെ ചില ആഗ്രഹങ്ങളാണ് എന്ന് വന്നു പോയാൽ അള്ളാഹു പറയുന്നത് അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും പാഴായി പോകും. അല്ലല്ലാഹു അല ഇൽമിൻ, അള്ളാഹു അറിഞ്ഞുകൊണ്ട് അവനെ ദുർമാർഗത്തിൽ തള്ളിക്കളയും. വഹത്തമ അല സംഇ, അവൻ്റെ കാതുകൾക്ക് അവൻ അള്ളാഹു സീല് വെക്കും. വഖൽബി, അവൻ്റെ മനസ്സ് അടച്ചു കളയും. വജഅല അല ബസരിഹി ഗിശാവ, അവൻ്റെ കണ്ണുകൾ മൂടിക്കളയും. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അപ്പം അല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഹിദായത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുക? അള്ളാഹുമായി കളങ്കരഹിതമായ ആത്മാർത്ഥത നിറഞ്ഞ ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് റമദാനുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക? അഫല തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് ഖുർആൻ കാര്യഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും വലിയ അപകടം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പ്രതീക്ഷയോടെ എടുത്ത അമലുകൾ ഇല്ലാതായി പോകുന്നതാണ്. എത്രയെത്ര അമലുകളാണ്, എത്രയെത്ര കാലമാണ്, എന്തൊരു റമദാനാണ്. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുമാറ് രാപ്പകൽ മുഴുവൻ ഇബാദത്തുകളിൽ മുഴുകി, ഖുർആൻ പാരായണം ചെയ്ത്, സ്വതക്ക ചെയ്ത്, നോമ്പെടുത്ത്, ഒന്നിലധികം തവണ ഖുർആൻ ഖത്തം പൂർത്തിയാക്കി, ഇങ്ങനെ ജീവിച്ചതിന് ശേഷവും ഞാൻ അറിയാതെ ആ അമലുകളൊക്കെ എൻ്റെ കീശയിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു സ്ഥിതിയുണ്ടെങ്കിൽ, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അവർ ചെയ്തു വെച്ച കർമ്മങ്ങൾ എന്തുമാകട്ടെ അതെടുത്തു നാം ധൂളി കണക്കെ പറത്തിക്കളയും, ഒരു പൊടി കണക്കെ പറത്തിക്കളയും എന്ന് ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ റമദാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത കൊള്ളണം. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ അമലുകൾ പറത്തിക്കളയുന്ന, നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന, പാഴാക്കിക്കളയുന്ന കാര്യങ്ങളെന്ന് റമദാനിൻ്റെ ആദ്യത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ ഈ റമദാനിലെ അമലുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിലെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റാൻ, ഏറ്റവും കനമുള്ള ഒന്നാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖസിരീൻ. വിശ്വാസത്തെ തന്നെ നിരാകരിക്കുന്ന ഒരുവൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ദീനിലുണ്ട്, മുസ്ലിമാണ്, പക്ഷേ ഉള്ളുകൊണ്ട് വേറെന്തൊക്കെയോ സ്വഭാവത്തിൽ അള്ളാഹുവിനെ തന്നെ നിഷേധിച്ച് കളയുന്നവൻ, തൻ്റെ വിശ്വാസത്തെ നിരാകരിച്ച് കളയുന്നവൻ, അവൻ്റെ അമലുകളൊക്കെ പോയി പോകും. നാളെ പരലോകത്ത് അവൻ നഷ്ടകാരികളിൽപ്പെട്ടവനായിരിക്കും. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. അവ്വലു ഹാദിഹിൽ മുഹ്ബിതാത്ത്, അമലുകളെ പാഴാക്കിക്കളയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്, ഞാനത് വിശദീകരിക്കുന്നില്ല, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യലാണ്, കുഫ്റാണ്, റിദ്ദത്താണ്, ദീനിൽ നിന്ന് തിരിച്ചുപോക്കാണ്. വിശ്വാസപരമായ നിഫാക്കാണ്, അൻ നിഫാഖുൽ ഇഅ്തിഖാദി, വിശ്വാസത്തിൽ തന്നെ നിഫാക്കുണ്ട്, ആ നിഫാക്കാണ്. കുഫറിൻ്റെയും റിദ്ദത്തിൻ്റെയും രൂപങ്ങളിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൻ നിഫാഖു വസ്സുഖരിയത്തു ബിദ്ദീൻ, ദീനിനെ കളിയാക്കുന്ന, ദീനിൻ്റെ ആളുകളെ കളിയാക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് അമലുകളെ പാഴാക്കി കളയുന്ന കാര്യമാണ്. ദീനിൻ്റെ ചില കാര്യങ്ങളെ, ദീനിലുണ്ട്, മുസ്ലിമാണ്, മുഅ്മിനാണ്, പക്ഷേ ദീനിൻ്റെ ചില കാര്യങ്ങളെ വെറുക്കുന്നവനാണ്, അതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഅഹ്ബത അഅ്മാലഹും, അല്ലാഹു ഇറക്കിയ ചിലതിനെ, എല്ലാറ്റിനെയുമല്ല, ചിലതിനെ നിരാകരിക്കുന്നവർ, വെറുക്കുന്നവർ, തൃപ്തിപ്പെടാത്തവർ, ഫഅഹ്ബത അഅ്മാലഹും, അല്ലാഹു അവരുടെ അമലുകളെ പാഴാക്കിക്കളയും. മറ്റൊരു സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറയാണ്, ദാലിക ബിഅന്നഹും മുത്തബഉ മാ അസ്ഖത്തല്ലാഹ, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ അവർ പിൻപറ്റുകയാണ്. വകരിഹു റിദ്വാനഹു ഫഅഹ്ബത അഅ്മാലഹും,
അള്ളാഹുവിൻ്റെ റിളുവാനിനെ തന്നെ അവർ വെറുത്ത് കളയുകയാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലെ തൃപ്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റിളയല്ല, വേറെന്തൊക്കെയോ പ്രചോദനങ്ങൾ, താല്പര്യങ്ങൾ. അമലുകൾ പാഴായി പോകും, റമളാൻ മുഴുക്കെ ഇല്ലാതായി പോകുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഈ ദുനിയാവിലെ ജീവിതത്തിൽ കർമ്മങ്ങൾ മുഴുവൻ പാഴായി പോകുന്നവർ. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. റമളാൻ കാലത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഏറ്റവും പുണ്യമുള്ളതാണെന്നവർ വിചാരിക്കുന്നു, പക്ഷേ അതൊക്കെ പാഴ്ക്കിനാവുകളാണല്ലോ എന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം വരും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, റമളാനിൻ്റെ ഈ ആദ്യകാലത്ത് തന്നെ ഇത്തരം ഘടകങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ഇല്ല എന്നുറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് ഇസ്ലാം പഠിപ്പിക്കുന്നത് വമിനൽ മുഹ്ബിത്താത്തിൽ അമൽ അശ്ശിർക്കുൽ അസ്ഗർ, അശ്ശിർക്കുൽ ഖഫി, ചെറിയ ഷിർക്ക്. നമ്മൾ സാധാരണ റിയാ എന്ന് പറയുന്ന, ആത്മപ്രശംസ എന്ന് പറയുന്ന, ആത്മഗർവ് എന്ന് പറയുന്ന, സുംഅ, പ്രശംസ നേടാനുള്ള പ്രവർത്തനങ്ങളും കേൾപ്പിക്കലുകളും സംസാരങ്ങളും, മുഖീല, അഹങ്കാരപരമായ പെരുമാറ്റം, ഇതൊക്കെ ഷിർക്കുൽ അസ്ഗറിൻ്റെ ഭാഗമാണ്, ചെറിയ ഷിർക്കിൻ്റെ ഭാഗമാണ്. ഈ ചെറിയ ഷിർക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മെ അപകടപ്പെടുത്തി കളയും. നമ്മുടെ റമളാനുകൾ ഓരോന്നിനെയും അത് ക്യാൻസർ പോലെ കാർന്ന് തിന്നു കളയും. ഒറ്റ റമളാനുമില്ലാത്ത ഒരാളായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു രംഗത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും ഭയപ്പെടുന്നത് ഈ ചെറിയ ഷിർക്കാണ്. അല ഉഖ്ബിറുക്കും, മറ്റൊരിക്കൽ റസൂൽ പറഞ്ഞു, അല ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. മസീഹിദ് ദജ്ജാലിനേക്കാൾ, പിശാചിനേക്കാൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. കുൽന ബല. സഹബിമാർ, അതേ റസൂലെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, അശ്ശിർക്കുൽ ഖഫിയു, അത് ഷിർക്കുൽ ഖഫിയാണ്, ഗോപ്യമായ ഷിർക്ക്. അൻ യഖൂമ അർറജുലു യുസല്ലി, ഒരാൾ നിസ്കരിക്കുകയാണ്, ഫയുസയ്യിനു സലാത്തഹു ലിമാ യറാ മിൻ നളരി റജുലിൻ, മറ്റൊരാൾ കാണുന്നതിന് വേണ്ടി തൻ്റെ നമസ്കാരത്തെ തസീൻ ചെയ്യുന്ന, കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിക്കുന്ന, ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരക്കാരൻ നാശമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സദഖയുടെ കാര്യത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലേ മുഅ്മിനുകളെ, നിങ്ങൾ ചെയ്തതെടുത്തു പറഞ്ഞ്, സദഖ ചെയ്തതെടുത്തു പറഞ്ഞും കാണിച്ചും നിങ്ങൾ നിങ്ങളുടെ സദഖകളെ ബാത്തിലാക്കി കളയരുത്. ആളുകളെ കാണാൻ വേണ്ടി സദഖ ചെയ്യുന്ന, തരിമ്പും അള്ളാഹു എന്ന ഒരു ആത്മബോധമില്ലാതെ അമലുകൾ ഏർപ്പെടുന്നതിനെ ഭയപ്പെടണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസിൽ, അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, മൂന്ന് കൂട്ടരോട് അള്ളാഹു നാളെ സംസാരിക്കില്ല. അൽ മന്നാനുല്ലദീ ലാ യുഅ്തി ഷൈഅൻ ഇല്ലാ മന്നഹു, എടുത്തു പറഞ്ഞിട്ടല്ലാതെ സ്വതക്ക ചെയ്യാത്ത ഒരാൾ. വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ ഫാജിർ, കള്ളസാക്ഷ്യവും കള്ളസത്യവും പറഞ്ഞിട്ട് തൻ്റെ ചരക്ക് വിറ്റഴിക്കുന്ന ആൾ. വൽ മുബ്സിലു ഇസാറഹു, വസ്ത്രം അഹങ്കാരത്തോടുകൂടി വലിച്ചിഴക്കുന്നവൻ. ഇവരെ മൂന്ന് പേരിലേക്കും നാളെ അള്ളാഹു നോക്കില്ല, അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരെ സംസ്കരിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു,
മൻ തറക സലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലു. അസർ നമസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്നവൻ, അത് ഉപേക്ഷിക്കുന്നവൻ, അതിൽ ജാഗ്രത കാണിക്കാത്തവൻ, അവൻ്റെ അമലുകൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. വ്യാമോഹങ്ങൾ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മൾ നോമ്പുകാരാണ്, നമ്മൾ ഉഷാറാണ്, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. വല തുസക്കു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എല്ലാം തികഞ്ഞവരാണ്, ഉഷാറാണ്, സ്വന്തത്തെ തന്നെ തസ്കിയത്ത് നേടിയിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല. വ്യാമോഹങ്ങൾ നമ്മെ എന്ത് ചെയ്യരുത്? വഞ്ചിക്കരുത്. വലകിന്നക്കും ഫതൻതും അംഫുസക്കും വതറബ്ബസ്തും വർതബ്തും വഗറത്തുകുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹി വഗറക്കും ബില്ലാഹിൽ ഗറൂർ. നിങ്ങൾ സംശയിച്ചു, നിങ്ങൾ നിങ്ങളെ തന്നെ അപകടപ്പെടുത്തി, നിങ്ങൾ കാത്തിരുന്നു, അമാനീയകൾ, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തി. അവസാനം അള്ളാഹുവിൻ്റെ വിധി വന്നപ്പോൾ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. നിങ്ങളുടെ അമലുകളൊന്നും നിങ്ങളുടെ കീശയിലില്ല, നിങ്ങളുടെ പാഥേയം കാലിയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ശൂന്യഹസ്തരായി കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരുപാട് റമദാനുകൾക്ക് ശേഷവും അങ്ങനെ ജീവിതം പാപ്പരായി പോകുന്നതിനെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാൻ ജാഗ്രതയോടുകൂടി ഈ റമദാനിനെ നമ്മൾ സമീപിക്കുക. ഈ റമദാൻ അതിൻ്റെ ഒരു കാര്യവും എനിക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്ന് തിരിച്ചറിയുക, നിയ്യത്ത് നന്നാക്കുക. അള്ളാഹുവിന് മാത്രമുള്ള ചില അമലുകൾ, ദുനിയാവിൽ സ്വന്തം ഭാര്യ പോലും അറിയാത്ത, സ്വന്തം ഉമ്മ പോലും അറിയാത്ത, സ്വന്തം മക്കൾ പോലും അറിയാത്ത, ആത്മസുഹൃത്ത് പോലും അറിയാത്ത ഏതാനും അമലുകൾ ഈ റമദാനിൽ ഞാനും അള്ളാഹുവും മാത്രമായി ബന്ധമുള്ള, അള്ളാഹുവിൻ്റെ വരവിൽ ഉറപ്പായും രേഖപ്പെടുത്തപ്പെടുന്ന ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത്തരം കുറച്ച് കണക്ക് പുസ്തകത്തിൽ അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ റമദാനിനെ നമ്മൾ പാകപ്പെടുത്തുക. എല്ലാം എടുത്തു പറയുന്ന, എല്ലാം എക്സ്പോസ് ചെയ്യുന്ന, എല്ലാം പ്രദർശിപ്പിക്കുന്ന പുതിയ കാലത്തിൻ്റെ ചപലതകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിച്ചാൽ, ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടും തൗബയോടും കൂടി ഈ റമദാനിൽ മുന്നോട്ട് പോകാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ഇരിക്കുന്നത് പോലെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. റബ്ബുൽ ആലമീനായ നാഥ, ഈ നോമ്പ് അനുകൂലമായിട്ട് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.